ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്യൂവിംഗ് മോഡലിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ക്യൂവിംഗ് മോഡൽ ക്യൂ എന്താണെന്നുള്ളതും ആ ക്യൂവിൻ്റെ ലെങ്ത്തിനെ മാനേജ് ചെയ്യാനുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. സോ നമ്മൾ ക്യൂവിംഗ് മോഡലിൻ്റെ ചില അസംഷൻസുകളാണ് നമ്മൾ ഏറ്റവും അവസാനം കണ്ടത്. എന്തായിരുന്നു അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറൈവൽ റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മണിക്കൂറിൽ എത്ര കസ്റ്റമേഴ്സ് വരുന്നു അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര കസ്റ്റമേഴ്സ് വരുന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്നുള്ളതാണ് ഒരു അസംഷൻ. രണ്ടാമത്തെ അസംഷൻ, എത്രയാണ് സർവീസ് റേറ്റ്, അതായത് ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് സർവീസ് കൊടുക്കുവാനുള്ള കഴിവ് ആ സർവീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കൗണ്ടറിൽ നിൽക്കുന്ന വ്യക്തിക്ക് കഴിവുണ്ട്, അതും നമുക്കറിയാം. ദാറ്റ് ഈസ് സർവീസ് റേറ്റ്. ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനുള്ള കഴിവ് ആ സിസ്റ്റത്തിലെ കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാം എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. ദെൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ അസംഷൻ. ദെൻ കസ്റ്റമേഴ്സ് ബിഹേവിയർ ആൻഡ് സർവീസ് ബിഹേവിയർ ആർ നോർമൽ. കസ്റ്റമറിന്റെ ബിഹേവിയറും സർവീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ബിഹേവിയറും ഒക്കെ നോർമലാണ്, അബ്നോർമൽ അല്ല എന്നുള്ളതാണ് അടുത്ത അസംഷൻ. ആൻഡ് ദ വെയിറ്റിംഗ് സ്പേസ് അവൈലബിൾ ഫോർ ദ കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ഈസ് ഇൻഫിനിറ്റ്. എത്ര കസ്റ്റമേഴ്സ് വന്നാലും നമുക്ക് വെയിറ്റിംഗ് ലൈനിൽ നിൽക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് അസംഷൻ. സോ ഇത്രയും അസംഷൻസുകളാണ് നമുക്ക് ഉള്ളത്. നമുക്ക് നോക്കാം സിംഗിൾ സെർവർ മോഡൽ. നമ്മൾ ആദ്യം പഠിക്കുന്ന ക്യൂവിംഗ് മോഡലിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു മോഡലാണ് സിംഗിൾ സെർവർ മോഡൽ. അതായത് ഒരു കൗണ്ടറേ ഉള്ളൂ. അത്തരം ഒരു സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ക്യൂ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതിൽ ഇൻഫിനിറ്റ് കോളിംഗ് പോപ്പുലേഷൻ ആണ്. അതായത് കോളിംഗ് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണ്. നമുക്ക് എത്ര പേര് വരും എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരണയില്ല. എത്ര പേര് വേണമെങ്കിലും വരാം. ക്യൂവില് എത്ര പേര് നിൽക്കാൻ വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയില്ല. എത്ര പേര് വേണമെങ്കിലും വരാം. അതിന് എക്സാമ്പിളാണ്, നിങ്ങളൊരു മാളില് കൗണ്ടറിൽ കാഷ്യർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാളില് ക്യൂവിൽ എത്ര പേര് വരും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണയൊന്നും ഉണ്ടാവില്ല. അതാണ് ഇൻഫിനിറ്റ് കോളിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോയ്സൺ അറൈവൽ റേറ്റ് ആണ്. എക്സ്പൊണൻഷ്യൽ സർവീസ് റേറ്റ് ആണ്. അറൈവൽ റേറ്റ് ഫോളോ ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺ ആണ്. സർവീസ് റേറ്റ് ഫോളോ ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പൊണൻഷ്യൽ ആണ്. സോ അറൈവൽ റേറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ലാംഡ ആൻഡ് സർവീസ് റേറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ മ്യൂ. ഇതാണ് സർവീസ് സ്റ്റേഷൻ. ഞാനൊന്ന് ഒരു ക്യൂവിൻ്റെ ഒരു മോഡൽ കാണിച്ചു തന്നതാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്യൂവില് ഈ സിസ്റ്റത്തിൽ നിൽക്കുന്ന മൊത്തം ആൾക്കാരുടെ എണ്ണം നോക്കാം കേട്ടോ. നമുക്ക് ഈ സിസ്റ്റത്തിൽ നിൽക്കുന്ന മൊത്തം ആൾക്കാരുടെ എണ്ണം 1, 2, 3, 4, 5, പിന്നെ ഈ ചെറിയ കുട്ടി 6, 7, 8, അങ്ങനെ മൊത്തം സിസ്റ്റത്തിൽ മൊത്തം 8 ആൾക്കാരാണ് നിൽക്കുന്നത്. പക്ഷെ ക്യൂവില് ഇത്രയും ആൾക്കാരാണ് നിൽക്കുന്നത്. ക്യൂവില് ഇത്രയും ആൾക്കാരാണ്, 7 ആൾക്കാരാണ് നിൽക്കുന്നത്. കാരണം ഒരാൾ ക്യൂവിൽ നിൽക്കല്ല, അയാൾക്ക് സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലൂ ഷർട്ടുകാരന് സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹീ ഈസ് നോട്ട് ഇൻ ദ ക്യൂ. ഓഫ് കോഴ്സ് ഹീ ഈസ് ഇൻ ദ സിസ്റ്റം, പക്ഷെ ക്യൂവിലല്ല. സിസ്റ്റത്തിലാണ്, പക്ഷെ ക്യൂവിലല്ല. അപ്പൊ ഇത് മൊത്തം കൂടിയതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആരൊക്കെ പെടും? സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും പെടും, പിന്നെ ക്യൂവിൽ നിൽക്കുന്ന മറ്റ് വ്യക്തികളും ഉൾപ്പെടുന്നതാണ് ക്യൂ സിസ്റ്റം. ഓക്കെ, സോ ഇയാള് കുറച്ച് സമയം ക്യൂവിൽ നിന്നുണ്ടാവും. ഈ ബ്ലൂ ഷർട്ടുകാരൻ ക്യൂവിൽ നിന്നുണ്ടാവും, എന്നിട്ടാണല്ലോ ഇവിടെ എത്തുന്നത്. ഓക്കെ, സോ ഇയാളുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ക്യൂവിൽ നിൽക്കുന്ന സമയവും പ്ലസ് ഈ ബില്ലടിക്കാനുള്ള സമയവും കൂടിയതാണ് ഇയാളുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ക്യൂ സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. സോ നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിക്കണം. 8 ഫോർമുലകൾ പഠിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഫോർമുല ആയിരിക്കാം, പക്ഷെ നിങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. സോ ഒന്നാമത്തെ ഫോർമുല, ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സർവീസ് സ്റ്റേഷൻ ഈസ് നോട്ട് ഐഡിൽ. സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യൂവില് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബില്ലിങ്ങിന്റെ അവിടെ സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്.
അപ്പോഴാണ് സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ലാതിരിക്കുന്നത്. സോ സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ലാതിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടാകുമ്പോഴാണ് സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ലാതിരിക്കുന്നത്. അങ്ങനെ ഐഡിൽ അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് P = lambda divided by mu. സോ ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുക്കണം. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കും വേണം. സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ലാതിരിക്കുവാനുള്ള പ്രോബബിലിറ്റി, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയാണത്. ഒരാളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ല. കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ വെറുതെ ഇരിക്കുകയല്ല എന്നർത്ഥം. സോ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ വെറുതെ ഇരിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണത്. എൻ്റെ പ്രോബബിലിറ്റി ദാറ്റ് ദ സർവീസ് സ്റ്റേഷൻ ഈസ് നോട്ട് ഐഡിൽ. സോ സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ് ഞാൻ പറഞ്ഞത്. സർവീസ് സ്റ്റേഷനിൽ സിസ്റ്റത്തിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷൻ ഐഡിൽ അല്ല എന്ന് പറയും. അങ്ങനെ ഐഡിൽ അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് P = lambda divided by mu. അങ്ങനെയാണെങ്കിൽ സർവീസ് സ്റ്റേഷൻ ഐഡിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് ദ സർവീസ് സ്റ്റേഷൻ ഈസ് ഐഡിൽ. സർവീസ് സ്റ്റേഷൻ ഐഡിൽ ആകാനുള്ള പ്രോബബിലിറ്റി, അതായത് സിസ്റ്റത്തിൽ ആരുമില്ല, ക്യൂവിലും ആരുമില്ല, ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുമില്ല. അതായത് ബില്ല് ചെയ്യുന്നിടത്ത് ആ വ്യക്തി വെറുതെ ഇരിക്കുകയാണ്. അതാണ് സർവീസ് സ്റ്റേഷൻ ഐഡിലാണെന്ന് പറയുന്നത്. സോ അങ്ങനെ വെറുതെ ഇരിക്കുവാനുള്ള, സർവീസ് സ്റ്റേഷൻ ഐഡിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത്? 1 - lambda divided by mu. ഇത് എളുപ്പമാണ് ഈ ഇക്വേഷൻ. അതായത് ഐഡിൽ അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി lambda divided by mu. അങ്ങനെയാണെങ്കിൽ ഐഡിൽ ആവാനുള്ള പ്രോബബിലിറ്റി ഒന്നിന്നത് കുറച്ചാൽ മതി. ഓക്കെ, 1 - lambda divided by mu. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ, the probability that n customers are in the queue system. n customers, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ ആവാം. ഇപ്പോൾ എനിക്ക് 5 കസ്റ്റമേഴ്സ് ക്യൂവിങ് സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത അറിയണം എന്ന് വിചാരിക്കുക. 5 കസ്റ്റമേഴ്സ് ക്യൂവിങ് സിസ്റ്റത്തിൽ, കേട്ടോ, ക്യൂവിലല്ല, ക്യൂവിങ് സിസ്റ്റത്തിൽ മൊത്തത്തിൽ 5 പേരെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ n 5 ആണ്. സോ PF(n) ആണ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അല്ല, എനിക്ക് 10 പേര് സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് അറിയേണ്ടതെങ്കിൽ PF(10). 15 പേരുണ്ടാവാനുള്ള സാധ്യതയാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ PF(15). സോ അങ്ങനെ എത്ര എണ്ണത്തിൻ്റെ പ്രോബിലിറ്റി വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബിലിറ്റി ദാറ്റ് n കസ്റ്റമേഴ്സ് ആർ ഇൻ ദ ക്യൂവിങ് സിസ്റ്റം. സിസ്റ്റത്തിൽ n കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത. n എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, എത്രയെങ്കിലും ആവാം, 6 ആവാം, 3 ആവാം, 5 ആവാം. So P(n) = lambda divided by mu whole raised to n into 1 - lambda divided by mu. Okay. Then expected number of customers in the system. LS. Expected number of customers in the system. സിസ്റ്റത്തിലെ ഓൺ ആൻ ആവറേജ് എത്ര പേരുണ്ടാവും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം എന്നും ഇതിനെ പറയും. Expected number of customers in the system or average number of customers in the system. Average number of customers in the system. അതായത് നമ്മുടെ ക്യൂവിങ് സിസ്റ്റത്തിൽ ഓൺ ആൻ ആവറേജ് ഒരു ദിവസം എത്ര പേരുണ്ടാവും അതാണ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, ഇതിനെ എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്നും വേണമെങ്കിൽ പറയാം. എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്നും വേണമെങ്കിൽ പറയാം. സോ ഇതിന് പല പേരുകളുണ്ട്. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ദ സിസ്റ്റം ഓർ ആവറേജ് ലെങ്ത് ഓഫ് ദ സിസ്റ്റം. ഈ നാലും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ള ഇക്വേഷനാണ് L(x) എന്നാണ്, ലെങ്ത്. സോ സിസ്റ്റത്തിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നുള്ളതാണ്. L(s) = lambda divided by mu minus lambda. ഓക്കെ, സോ സിസ്റ്റത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആരൊക്കെ കൂടിയതാണ്? വെയിറ്റിംഗ് ലൈനിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സും കൗണ്ടറിൽ സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സും കൂടിയതാണ് സിസ്റ്റം. ആ ലെങ്ത് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. L(s) = lambda divided by mu minus lambda. അഞ്ചാമത്തെ ഇക്വേഷൻ ഇതിന്റെ ചെറിയൊരു വേരിയേഷൻ ആണ്. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരും പിന്നെ കൗണ്ടറിൽ നിൽക്കുന്ന ആളും കൂടിയതാണ് സിസ്റ്റം.
ഇവിടെ എന്താണ് പറയുന്നത്? എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂവിന്റെ എക്സ്പെക്റ്റഡ് നമ്പർ എത്രയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ക്യൂവിന്റെ എക്സ്പെക്റ്റഡ് നമ്പർ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിന് പല പേരുകളുണ്ട്. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ, അല്ലെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ദ ക്യൂ, അല്ലെങ്കിൽ ആവറേജ് ലെങ്ത് ഓഫ് ദ ക്യൂ. LQ equal to lambda whole square divided by mu into mu minus lambda. ഇത് അതുപോലെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ് ഈ ഇക്വേഷൻസ് മുഴുവൻ. അടുത്തത് ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ ടോട്ടൽ സിസ്റ്റം. ഒരു കസ്റ്റമർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം ഒരു കസ്റ്റമർ ആവറേജ് എത്ര സമയമാണ് നിങ്ങളുടെ ബാങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്നിട്ട് വേണം അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ. ഓക്കെ, സോ ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ ടോട്ടൽ സിസ്റ്റം. ടോട്ടൽ സിസ്റ്റത്തിൽ ഒരു കസ്റ്റമർ ഓൺ ആൻ ആവറേജ് എത്ര സമയം ചെലവാക്കുന്നു? ഒരു കസ്റ്റമർ എത്ര സമയം? നിങ്ങളൊരു ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ഒരു ടോക്കൺ എടുത്തിട്ട് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണ സമയം പ്ലസ് നിങ്ങൾക്ക് സർവീസ് കിട്ടുന്ന സമയം, നിങ്ങൾക്ക് എത്ര സമയം കൊണ്ടാണോ നിങ്ങളുടെ ബില്ല് മാറി വരുന്നത് ആ സമയം കൂടെ കൂട്ടിയതാണ് ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ദ ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. വെയിറ്റ് ചെയ്യുന്ന സമയവും സർവീസ് കിട്ടുന്ന സമയവും. ഓക്കെ, സോ നിങ്ങളൊരു ക്യൂവില് അരമണിക്കൂർ നിന്നു, ബാങ്കിൽ ചെന്നിട്ട് ഒരു ക്യൂവിൽ നിങ്ങൾ അരമണിക്കൂർ നിന്നു. ഒരു ചെക്ക് മാറി ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അരമണിക്കൂർ നിന്നത്. അങ്ങനെ ക്യൂവിൽ അരമണിക്കൂർ നിന്നതിന് ശേഷം കൗണ്ടർ 5 ചെന്നു. കൗണ്ടർ 5 ചെന്നിട്ട് നിങ്ങൾ ചെക്ക് കൊടുക്കുന്നു. ചെക്ക് കൊടുത്തിട്ട് ആ ചെക്ക് മാറി ക്യാഷ് ആക്കുന്നതിന് ഒരു സമയമുണ്ടല്ലോ. ചെക്ക് മേടിച്ച് കൗണ്ടർ 5 ചെക്ക് മേടിച്ച് ആ ചെക്ക് ക്യാഷ് ആക്കി മാറ്റാനുള്ള സമയം കൂടെ കൂട്ടിയതാണ് ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്യൂവിൽ അരമണിക്കൂർ നിന്നു, പിന്നെ ഒരു 5 മിനിറ്റും കൂടെ എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചെക്ക് മാറി ക്യാഷ് ആവാൻ 5 മിനിറ്റും കൂടെ എടുത്തു എന്ന് വിചാരിക്കുക. സോ അരമണിക്കൂർ പ്ലസ് 5 മിനിറ്റ് സർവീസ് കിട്ടാനുള്ള സമയം, അത് മൊത്തം കൂടിയതാണ് ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ ദ ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നിങ്ങളുടെ കസ്റ്റമർ എത്ര സമയം ഓൺ ആൻ ആവറേജ് നിങ്ങളുടെ ബാങ്കിൽ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. So WS, waiting time of the system, waiting time in the system, WS equal to 1 by mu minus lambda. Any average time a customer spends in the waiting line or queue. ക്യൂവിൽ എത്ര നേരം നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു കസ്റ്റമർ ഓൺ ആൻ ആവറേജ് ക്യൂവിൽ എത്ര സമയം നിൽക്കേണ്ടി വരുന്നു? WQ equal to lambda divided by mu into mu minus lambda. Okay, so last equation, ആവറേജ് ലെങ്ത് ഓഫ് നോൺ എം ടി ക്യൂ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ അല്ല. നോൺ എം ടി ക്യൂ, അതായത് എം ടി ക്യൂ അല്ലാത്ത, ഇപ്പോൾ നമ്മളൊരു ദിവസം എടുക്കുകയാണെങ്കിൽ പല ക്യൂ ലെങ്ത് പലതുമായിട്ടുണ്ടാവും. ചില സമയത്ത് 100 ഉണ്ടാവും, ചില സമയത്ത് 50 ഉണ്ടാവും, ചില സമയത്ത് 0 ഉണ്ടാവും, ആരും ഉണ്ടാവില്ല. സോ ആരും ഉണ്ടാവാത്ത ക്യൂവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നോൺ എം ടി ക്യൂകളുടെ ആവറേജ് ലെങ്ത് ആണ്. ഇത് പഠിച്ചില്ലെങ്കിലും വലിയ വിരോധമില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ല അത്. mu divided by mu minus lambda.